അജ്ഞാനം എല്ലായ്പ്പോഴും ശക്തികളെ ദുരുപയോഗം ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതായിരിക്കും. നാം നമ്മുടെ ശക്തികളോടും നമ്മുടെ സമസ്ത സാമർഥ്യങ്ങളോടുമുള്ള സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അവയെല്ലാം നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ഉപരിയായി ഈ പ്രപഞ്ചത്തിന്റെ ഉന്നതിക്ക് വേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ, അതും ജ്ഞാനമാകുന്നു. ജ്ഞാനത്തിന്റെ പ്രധാന ഉദ്ദേശം തന്നെ പരോപകാരമാണ്, സൃഷ്ടിയാണ്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയും അവയെ ആദരിക്കലുമാണ് യഥാർത്ഥ ജ്ഞാനം. ഈ ജ്ഞാനം നമുക്ക് നമ്മുടേത് മാത്രമല്ല, മറ്റുള്ളവരുടെ സുഖങ്ങളെയും ദുഃഖങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവും പ്രദാനം ചെയ്യുന്നു.